مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. സമാദരണീയരായ സത്യവിശ്വാസികളെ, സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരുടെ ഗുണഗണങ്ങൾ ജീവിതത്തിൽ സ്വായത്തമാക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തക്കികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ ദിനരാത്രങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നാം ഓരോരുത്തരും നോമ്പുകാരായിക്കൊണ്ടാണ് പള്ളികളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഇന്ന സയ്യിദൽ അയ്യാമി യൗമുൽ ജുമുഅ, ദിവസങ്ങളുടെ നേതാവ് എന്നത് യൗമുൽ ജുമുഅയും വ സയ്യിദു ശുഹൂർ ഷഹ്റു റമളാൻ, മാസങ്ങളുടെ സയ്യിദ് റമളാൻ മാസവുമാണ് എന്ന്. ദിവസങ്ങളുടെ നേതാവായ യൗമുൽ ജുമുഅയും മാസങ്ങളുടെ നേതാവായ ഷഹ്റു റമളാനും സംഗമിക്കുന്ന ഒരു ദിനത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. ഈ മാസത്തിൻ്റെ പ്രത്യേകതയായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്ന കാര്യം, വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ വചനം, ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാൻ എന്നത് വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ മാസത്തിൽ നോമ്പ് നമുക്ക് നിർബന്ധമാക്കപ്പെട്ടതും എന്ന് തുടർന്ന് വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. എന്തുതന്നെയാണ് എങ്കിലും വിശുദ്ധ ഖുർആൻ അവതീർണമായ ഈ മാസത്തിൽ ആ ഖുർആനുമായി അടുക്കാനും അതിൽ നിന്ന് പരമാവധി ജീവിതത്തിൽ പകർത്താനും അതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന
പുണ്യങ്ങൾ നേടിയെടുക്കുവാനുമുള്ള പരിശ്രമത്തിലുമാണ് നാം ഓരോരുത്തരും. ഏതെല്ലാം വിധത്തിലാണ് അതിലൂടെ പ്രതിഫലം ലഭിക്കുക എന്ന് നമുക്ക് കൃത്യമായ ധാരണയുണ്ട്. അതിൻ്റെ പാരായണത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പ്രതിഫലവും മനഃപ്പാഠമാക്കുന്നതിന് പറഞ്ഞ പ്രതിഫലവുമെല്ലാം നമുക്ക് ബോധ്യമുള്ളതാണ്, ആവർത്തിക്കേണ്ടതില്ല. എന്നാൽ വിശുദ്ധ ഖുർആനിൻ്റെ ഒരു മഹത്വമായി ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അത് വിശുദ്ധ ഖുർആനിനെ സത്യസന്ധമായി വിശുദ്ധ ഖുർആനിനോട് ആരാണോ അത് സ്വീകരിക്കാൻ സമീപിക്കുന്നത്, ഖുർആനിനോട് സത്യസന്ധമായ ഒരു സമീപനം വെച്ച് പുലർത്താൻ ആർക്കെങ്കിലും സാധിക്കുന്നുവെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ നന്മയുടെ മാറ്റങ്ങൾ വിശുദ്ധ ഖുർആൻ ഉണ്ടാക്കും എന്ന് ഖുർആൻ തന്നെ അടിവരയിട്ടുകൊണ്ട് നമ്മളോട് പറയണം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശ്റിലെ 21-ാമത്തെ വചനം, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ഈ വേദഗ്രന്ഥമെങ്ങാനും ഒരു പർവ്വതത്തിൻ്റെ മുകളിലേക്കാണ് അവതരിപ്പിക്കപ്പെട്ടിരുന്നത് എങ്കിൽ അള്ളാഹുവിനോടുള്ള ഭയത്താൽ അത് വിറകൊള്ളുന്നതായി നിനക്ക് കാണാൻ കഴിയുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ പറഞ്ഞത് വതിൽക്കൽ അംസാലു നളിരിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ഈ ഒരു ഉദാഹരണം നിങ്ങൾക്ക് ഉദാഹരിച്ചത് ജനങ്ങൾ ഈ ഖുർആനിനെ കുറിച്ച് നന്നായി ആലോചിക്കുവാനും ചിന്തിക്കുവാനും വേണ്ടിയാണ്. പറയോളം കഠിനമല്ലാത്ത മനുഷ്യഹൃദയങ്ങളെ സ്വാധീനിക്കാനും ആ ഹൃദയങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണർത്താനും അതിലൂടെ നന്മയുടെ അത്ഭുതകരമായ മാറ്റങ്ങൾ മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാക്കുവാനും വിശുദ്ധ ഖുർആനിന് സാധിക്കും എന്ന് നമ്മളെ ഉണർത്താൻ, അത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ ഉപമ റബ്ബ് സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ ചരിത്രം നമ്മുടെ മുന്നിൽ വിശദീകരിച്ചു തരുന്നതും വ്യക്തമായി വരച്ചു കാട്ടുന്നതും ഇതിൻ്റെ നേർചിത്രമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൻ്റെ ആരംഭം കുറിച്ച മക്കയിൽ ആ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ ശത്രുക്കളായ ആളുകളിൽ പോലും ആ വിശുദ്ധ ഖുർആനിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ച സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നുവെന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ചരിത്രത്തിൽ കാണാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നാം ചർച്ച ചെയ്ത ചരിത്രമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റേത്. അദ്ദേഹത്തെ മക്കയിൽ നിന്ന് അദ്ദേഹം പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ ഇബ്നു ദുഗന എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന് ആശ്രയം നൽകുകയും തുടർന്ന് തൻ്റെ കർമ്മങ്ങൾ, ആചാരാനുഷ്ഠാന വിശ്വാസ കർമ്മങ്ങളെല്ലാം തൻ്റെ വീട്ടിൽ നിന്ന് നിർവഹിക്കാം എന്ന ഉടമ്പടിയോടുകൂടി മക്കയിൽ താമസിക്കുകയും ചെയ്യുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വീട്ടിൽ ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുന്നതും നമസ്കരിക്കുന്നതുമൊക്കെ വല്ലാത്ത ഒരു പ്രയാസമായി തോന്നിയപ്പോൾ അദ്ദേഹം തൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു പള്ളി ഉണ്ടാക്കുകയും അവിടെ നമസ്കരിക്കുകയും അവിടെ വെച്ച് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ വീട്ടിൽ നിർമ്മിച്ച പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുന്ന സമയത്ത് ഫയതഖസ്സഫു അലൈഹി നിസാഉൽ മുശ്രിക്കീന വ അബ്നാഅഹും, അവിടേക്ക് മുശ്രിക്കുകളായ സ്ത്രീകളും അവരുടെ മക്കളുമെല്ലാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കുന്നതിന് വേണ്ടി അവർ അടുത്തു വരികയും മറഞ്ഞിരുന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണം ചെയ്യുന്നത് ശ്രദ്ധിച്ച് കേൾക്കുകയും യുഅ്ജിബൂന വയൻദുറൂന ഇലൈഹി, എന്നിട്ട് അത്ഭുതത്തോടുകൂടി ആ പാരായണത്തിലേക്ക് അവർ ശ്രദ്ധയോടെ വീക്ഷിക്കുകയും ചെയ്യുമായിരുന്നു എന്ന്. തുടർന്ന് പറയുന്നത് വകാന അബൂബക്കർ റജുലൻ ബക്ക, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
ലോലമനസ്കനായ ഒരു മനുഷ്യനായിരുന്നു. എന്തുണ്ടായാലും പെട്ടെന്ന് കരയുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ലാ യംലികു ദംഅഹു ഹീന യഖറഉൽ ഖുർആൻ. അദ്ദേഹത്തിന് ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണുനീരിനെ പിടിച്ചു നിർത്താൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കഴിയില്ലായിരുന്നു. അതിൻ്റെ ആശയങ്ങൾ ആലോചിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുമായിരുന്നു എന്ന ഈ കരച്ചിലും ആ കരച്ചിലിന് കാരണമായ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തും അതിൻ്റെ ഗൗരവവുമെല്ലാം പാരായണം ചെയ്ത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്ന മക്കയിലെ മുശ്രിക്കുകളിലെ സ്ത്രീകളും കുട്ടികളുമെല്ലാം അത്ഭുതത്തോടു കൂടി ഇതിങ്ങനെ കേട്ടു നിൽക്കാൻ തുടങ്ങിയപ്പോൾ മുശ്രിക്കുകളിലെ ഖുറൈശി പ്രമുഖന്മാരെ അത് വല്ലാതെ ഒന്ന് ഭയപ്പെടുത്തുകയുണ്ടായി. ഇങ്ങനെ ഇവർ ഖുർആൻ കേൾക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഒക്കെ ചെയ്തു തുടങ്ങിയാൽ അവർ മുഹമ്മദിൻ്റെ മാർഗത്തിലേക്ക് പതിയെ ചെല്ലാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സംസാരിക്കുന്നതിന് വേണ്ടി അബുൽ വലീദ് എന്നറിയപ്പെടുന്ന ഉത്ബത്ത് ഇബ്നു അബി റബീഅയെ അവർ തിരഞ്ഞെടുത്തു. ഉത്ബ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പ്രവാചകനോട് പറഞ്ഞു, താങ്കൾ ഈ മക്കയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, താങ്കളുടെ പ്രബോധനത്തെക്കുറിച്ച്, പ്രവാചകന്റെ പ്രബോധനം മക്കയിലെ ഖുറൈശികളുടെ കുടുംബങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, അതുകൊണ്ട് ഈ പ്രബോധനത്തിൽ നിന്ന് അങ്ങ് മാറി നിൽക്കുകയാണ് എങ്കിൽ അങ്ങേക്ക് ഖുറൈശികൾ ചെയ്തു തരാൻ സന്നദ്ധമായിട്ടുള്ള സൗകര്യങ്ങളെക്കുറിച്ച്, നൽകാൻ കഴിയുന്ന സ്ഥാനമാനങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമെ ഇങ്ങനെ ഫലിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, താങ്കളുടെ വർത്തമാനം കഴിഞ്ഞോ എന്ന്. പറയാനുള്ളത് കഴിഞ്ഞോ എന്ന് ചോദിച്ചതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുസ്സില പാരായണം ചെയ്തു കൊടുത്തു. അത് 13-ാമത്തെ ആയത്തിലേക്ക് എത്തുമ്പോഴേക്ക് ഫഇൻ അഅറളു ഫഖുൽ അൻദർതുകും സ്വാഇഖതൻ മിസ്ല സ്വാഇഖതി ആദിൻ വസമൂദ്. 13-ാമത്തെ ആയത്ത് ഇങ്ങനെയാണ്, ഫഅൻദർതുകും, അവർക്ക് താക്കീത് ചെയ്തു കൊള്ളുക പ്രവാചകരെ. ഫഇൻ അഅറളു, അവരെങ്ങാനും പിന്തിരിഞ്ഞു കളയുകയാണ് എങ്കിൽ ഫഖുൽ അൻദർതുകും സ്വാഇഖതൻ മിസ്ല സ്വാഇഖതി ആദിൻ വസമൂദ്, ആദ് സമൂദ് ഗോത്രങ്ങളെ പിടിപ്പെട്ടതുപോലെയുള്ള, അവർക്ക് ബാധിച്ചതുപോലെയുള്ള ഒരു ഘോര ശബ്ദം കൊണ്ട് ശിക്ഷിക്കപ്പെടും എന്ന് അവർക്ക് താക്കീത് ചെയ്തേക്ക് എന്ന് പറയുമ്പോഴേക്ക് ഉത്തുബ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് പ്രവാചകന്റെ അടുക്കൽ വന്ന് പ്രവാചകന്റെ വായ പൊത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇനി ഇതിലധികം പാരായണം ചെയ്യരുത് എന്ന്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് കേൾക്കുമ്പോഴേക്ക് കഴിഞ്ഞ കാലത്തെ പ്രവാചകന്മാരുടെ വേദഗ്രന്ഥങ്ങളെക്കുറിച്ച് കൂടി ധാരണയുള്ള ആ ആളുകൾക്ക് കൃത്യമായി അവർക്ക് മനസ്സിലായിരുന്നു ഇത് യാഥാർത്ഥ്യമാണ് എന്ന്. എന്നാൽ അവരിലെ അഹങ്കാരവും അഹന്തയും അത് സമ്മതിക്കാൻ അവരെ സമ്മതിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ അവിടെ നിന്ന് ഉത്തുബ മടങ്ങിപ്പോയിട്ട് അദ്ദേഹത്തെ അയച്ചിട്ടുള്ള ഖുറൈശി പ്രമുഖന്മാരുടെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് അദ്ദേഹം പറയുന്ന വിശുദ്ധ ഖുർആനിനെ കുറിച്ച്, വിശുദ്ധ ഖുർആനിന്റെ ശത്രുവായ ഒരു മനുഷ്യൻ നടത്തുന്ന പ്രസ്താവനയുണ്ട്. അന്നീ ഖദ് സമിഅതു ഖൗലൻ വല്ലാഹി മാ സമിഅതുഹു ഖത്ത്. അല്ലാഹുവാണ് സത്യം, ഞാനൊരു വചനം കേട്ടിട്ടുണ്ട്, ഇതിനു മുൻപ് ഞാൻ ഇതുപോലെയുള്ള ഒന്ന് കേൾക്കുകയേ ചെയ്തിട്ടില്ല. വല്ലാഹി മാ ഹുവ ബിശ്ശിഅർ, അല്ലാഹുവാണ്, ആ ഖുർആൻ എന്ന് പറയുന്നത് ഒരു ഷിഅർ അല്ല, ഒരു കവിതയല്ല. വലാ ബിസ്സിഹിർ, അതൊരു മാരണമല്ല, അതൊരു ജാലവിദ്യയല്ല. വലാ ബിൽ കഹാന, അതൊരു ജ്യോത്സ്യവുമല്ല. മക്കയിലെ ഖുറൈശികൾ വിശുദ്ധ ഖുർആനിനെ പ്രതിരോധിക്കാൻ മുന്നോട്ട് വെച്ച അവരുടെ വാദങ്ങൾ അത്രയും തള്ളിക്കളഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാണ്, ഇതൊന്നും ഒരു ജ്യോത്സ്യമോ ഒരു സിഹിറോ ഒരു മാരണമോ അതുമല്ല എങ്കിൽ ഇതൊരു കവിതയോ അല്ല എന്ന്. എന്നിട്ട് ഖുറൈശികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ മഅ്ശറ ഖുറൈശ് ഖല്ലൂ മാ ബൈന ഹാദർ റജുലി വമാ ഹുവ ഫീഹി. അതുകൊണ്ട് മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യനെ വെറുതെ വിടുന്നതാണ് നിങ്ങൾ നല്ലത്. അദ്ദേഹം കൊണ്ടുവരുന്ന ആ വിശുദ്ധ വേദഗ്രന്ഥത്തിന് എതിരായി പ്രതിരോധങ്ങൾ തീർക്കാൻ ഇറങ്ങി പുറപ്പെടാതെ ഇരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന്. നിങ്ങൾ അദ്ദേഹത്തെ ഇവിടെ നിന്ന് ഉപേക്ഷിക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തെയും അദ്ദേഹം കൊണ്ടുവന്നതിനെയും ഏറ്റെടുക്കാൻ ഒരു ജനപദം ഇവിടെ വരും.
അവർ അദ്ദേഹത്തെയും അദ്ദേഹം കൊണ്ടുവന്ന ഈ വിശുദ്ധ ഖുർആനിനെയും ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് സംജാതമാകും എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് വിശുദ്ധ ഖുർആൻ അംഗീകരിക്കാത്ത, വിശുദ്ധ ഖുർആനിൻ്റെ ശത്രുവായ ഒരു മനുഷ്യനാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് അവർ തീരുമാനിച്ച ഒരു തീരുമാനം എന്ന് പറയുന്നത്, ഇനിമേൽ ആരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ അദ്ദേഹത്തിൻ്റെ അനുചരന്മാരിൽ നിന്നോ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കാൻ പാടില്ല. ആരും അത് ഇനി കേൾക്കരുത് എന്നാണ്. കാരണം കേട്ടാൽ അത് വല്ലാത്തൊരു സ്വാധീനം അവരിൽ ഉണ്ടാക്കുമായിരുന്നു. കാരണം അവർക്ക് കേൾക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ആശയവും അർത്ഥവും ഗ്രഹിക്കാൻ സാധ്യമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. വിശുദ്ധ ഖുർആൻ അവരുടെ ആ തീരുമാനത്തെ 41-ാം അധ്യായം സൂറത്തുൽ ഫുസ്സിലത്തിലെ 21-ാമത്തെ വചനത്തിൽ സൂചിപ്പിച്ചു. വഖാലല്ലദീന കഫറു ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ. അവിടെ അവർ പറയുന്നത്, സത്യനിഷേധികളായ ആളുകൾ പറഞ്ഞു, ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, നിങ്ങൾ ഈ ഖുർആൻ കേൾക്കരുത്. വൽഗൗ ഫീഹി ലഅല്ലകും തഗ്ലിബൂൻ, അതുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം, അത് നിങ്ങളെ ഉത്ബോധിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ ബഹളമുണ്ടാക്കണം. അങ്ങനെ ബഹളമുണ്ടാക്കി അതാരും കേൾക്കാത്ത അവസ്ഥ ഉണ്ടാക്കുകയും അങ്ങനെയേ നിങ്ങൾക്ക് അതിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അവർ തന്ത്രം മെനയുകയും ഇനിയൊരിക്കലും ഖുർആൻ കേൾക്കുകയില്ല, കേൾക്കേണ്ടതില്ല എന്ന് സർക്കുലർ പുറപ്പെടുവിക്കുകയും ചെയ്തു എന്നതായി നമുക്ക് കാണാൻ കഴിയും. അവർ മാത്രമല്ല, മക്കയിലെ ഖുറൈശികൾ മാത്രമല്ല, മക്കയിലേക്ക് കടന്നു വരുന്ന മറ്റു സ്ഥലങ്ങളിലുള്ള ആളുകളോടും അവർ സമീപിക്കുകയും നിങ്ങൾ ഖുർആൻ കേൾക്കരുത് എന്ന്, ഖുർആനിനെ കേൾക്കുകയോ ഖുർആനിൻ്റെ അനുചരന്മാരുമായി സന്ധിക്കുകയോ ചെയ്യരുത് എന്ന് അവരോട് പറയുകയും ചെയ്യുമായിരുന്നു എന്നാണ്. അങ്ങനെ ഇരിക്കെയാണ് തുഫൈൽ ഇബ്നു അംർ ദൂസി എന്ന് പറയുന്ന ദൗസ് ഗോത്രത്തിൻ്റെ നേതാവ് മക്കയിലേക്ക് കടന്നു വരുന്നത്. തുഫൈലിനെ സമീപിച്ചുകൊണ്ട് മക്കയിലെ പ്രമുഖരായ ആളുകൾ പറഞ്ഞു, നിങ്ങൾ മുഹമ്മദിനെ കാണരുത്, മുഹമ്മദ് പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആൻ നിങ്ങൾ കേൾക്കരുത്. അപ്പോൾ അദ്ദേഹം അതെല്ലാം സമ്മതിച്ചുകൊണ്ട് മക്കയിലേക്ക്, ഹറമിലേക്ക് നമസ്കരിക്കുന്നതിനു വേണ്ടി അദ്ദേഹം കടന്നു ചെല്ലുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത്, ഹത്താ ഹശൗതു ഫീ ഉദ്നി ഹീന ഗദൗതു ഇലൽ മസ്ജിദി കർസഫ, ഞാൻ പള്ളിയിലേക്ക്, ഹറമിലേക്ക് നടന്നു ചെല്ലുന്ന സമയത്ത് മുഹമ്മദ് പാരായണം ചെയ്യുന്നത് കേൾക്കാതിരിക്കുന്നതിന് വേണ്ടി എൻ്റെ 2 ചെവികളിലും പഞ്ഞി തിരികിയിട്ടാണ് ചെന്നിരുന്നത്. ഖൗഫൻ മിൻ അൻ യബ്ലുഗനി ശൈഅൻ മിൻ ഖൗലി, മുഹമ്മദിൻ്റെ എന്തെങ്കിലും ഒന്ന് എൻ്റെ ചെവിയിൽ പെടുമോ എന്ന് ഭയന്നിട്ട് ചെവിയിൽ പഞ്ഞി വെച്ചിട്ടാണ് ഞാൻ ഹറമിലേക്ക് കടന്നു ചെന്നത്. എന്നാൽ അവിടെ എത്തിയപ്പോഴേക്ക് എനിക്ക് തോന്നിയത്, ഞാൻ എന്തിനാണ് ഇത് കേൾക്കാതിരിക്കുന്നത്? ഇത് കേട്ടതിന് ശേഷം എനിക്ക് സ്വീകാര്യമാണ് എന്ന് തോന്നിയാൽ മാത്രമല്ല ഞാൻ സ്വീകരിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം ആ പഞ്ഞി എടുത്തു മാറ്റുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കുകയും ചെയ്തു എന്നാ. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഇസ്ലാം പ്രഖ്യാപിച്ചുകൊണ്ടാണ് തുഫൈൽ തൻ്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നത്. അവിടെ ചെന്ന് തൻ്റെ കുടുംബത്തിലുള്ള ആളുകളെയും തൻ്റെ ഗോത്രത്തിലുള്ള ആളുകളെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജറ പുറപ്പെടുന്ന സമയത്ത് ദൗസ് ഗോത്രത്തിലെ 80ഓളം കുടുംബങ്ങൾ ഈ മാർഗത്തിൽ, ഇസ്ലാമിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. ഈ രൂപത്തിൽ ഖുർആനിനെ സത്യസന്ധമായി നിഷ്കപടമായ മനസ്സോടുകൂടി ആർക്കെല്ലാം സമീപിക്കാൻ സാധിക്കുന്നുവോ അവരിലെല്ലാം നന്മയുടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ വിശുദ്ധ ഖുർആനിന് സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് വിശ്വാസികളായ ആളുകളുടെ കാര്യവും. വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൻ്റെ ആയത്തുകൾ ഇത് എന്നോടുള്ള വർത്തമാനമാണ്, എൻ്റെ റബ്ബ് എന്നോട് ചിലത് പറയുന്നുണ്ട്, അത് ഞാൻ മനസ്സിലാക്കുകയും എൻ്റെ ജീവിതത്തിൽ പുലർത്തുകയും ചെയ്യേണ്ടതാണ് എന്ന ബോധ്യത്തോടു കൂടിയാണ് വിശുദ്ധ ഖുർആനിനെ കേൾക്കുന്നത് എങ്കിൽ അവരിൽ ആ ഖുർആനിൻ്റെ ആയത്തുകൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറ ആലി ഇമ്രാനിലെ 92-ാമത്തെ വചനം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയിൽ വെച്ച് ഇതിങ്ങനെ പാരായണം ചെയ്തു കൊടുക്കുമ്പോൾ, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ വതുൻഫിഖൂന മിൻ ഷൈഇൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്തു കൊടുക്കുമ്പോൾ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്നതുവരെ നിങ്ങൾ വിശ്വാസിയാവുകയില്ല എന്ന്, അല്ലെങ്കിൽ അങ്ങനെ ആകണം നിങ്ങൾ എന്ന്
നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങളുടെ റബ്ബിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നവരാകണം എന്ന് പറയപ്പെടുമ്പോഴേക്ക് ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറയുന്നത്, പ്രവാചകരെ, എൻ്റെ സമ്പത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഏറ്റവും ഫലം നൽകുന്നതായ ഈ ബൈറുഹ എന്ന് പറയുന്ന തോട്ടമാണ്. ആ ബൈറുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന് ശേഷം ബൈറുഹയിൽ പ്രവേശിക്കുകയും അവിടുത്തെ അരുവികളിൽ നിന്ന് വെള്ളം കുടിക്കുകയും ഈത്തപ്പനയിൽ ചാരിയിരുന്ന് വിശ്രമിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു എന്ന് കാണാം. ത്വൽഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പറയുന്നത്, ഈ ബൈറുഹ എനിക്ക് ഏറ്റവും ഫലം നൽകുന്ന, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ തോട്ടം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വഖഫ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അത് റബ്ബിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ചുകൊണ്ടാണ് അദ്ദേഹം തിരിച്ചു വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിൽ ചെന്ന് ബൈറുഹയിന് പുറത്തു നിന്നിട്ട് അദ്ദേഹം കുടുംബത്തോട് പറയുന്നത്, ഇത് ഞാൻ എൻ്റെ റബ്ബുമായി കച്ചവടം ചെയ്തിട്ടുണ്ട്, ഏറ്റവും ലാഭകരമായ ഒരു കച്ചവടത്തിന് ഞാൻ എൻ്റെ റബ്ബുമായി കൈകൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടം വിട്ട് ഇറങ്ങണം എന്ന് കുടുംബത്തോട് ആവശ്യപ്പെടുന്ന ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് കാണാൻ സാധിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖലീഫയായിരിക്കുന്ന സമയത്ത് ഉയയ്യ് ഇബ്നു ഹിസാൻ എന്ന് പറയുന്ന മനുഷ്യൻ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്, താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി ആവശ്യമാം വിധം ചെലവഴിക്കുന്നില്ല, അധികമൊന്നും താങ്കൾ ഞങ്ങൾക്ക് നൽകുന്നില്ല, മാത്രവുമല്ല ഞങ്ങളിൽ നീതിപൂർവമായി താങ്കൾ വിധിക്കുകയും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരാണ് എന്ന് ചരിത്രത്തിലൂടെ മനസ്സിലാക്കിയ ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ആ സമയത്ത് ദേഷ്യത്തോടുകൂടി ഉമർ റളിയല്ലാഹു എഴുന്നേറ്റ് നിൽക്കുകയും അദ്ദേഹത്തെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി പുറപ്പെടുകയും ചെയ്യുന്ന സമയത്ത് ഹുർർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തിരുന്നു കൊണ്ട് പറയുന്നത്, യാ ഉമർ, ഞാൻ ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫ് വഅരിദ് അനിൽ ജാഹിലീൻ. ഖുദിൽ അഫ്വ, നിങ്ങൾ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യുകയും വിവരമില്ലാത്ത ആളുകൾ എന്തെങ്കിലും നിങ്ങളോട് പറയുന്ന പക്ഷം അവർക്ക് വിട്ടുവീഴ്ച ചെയ്യുകയും അവരിൽ നിന്ന് അകലം പാലിക്കുകയും ചെയ്യണം എന്ന് ഖുർആൻ പറയുന്നുണ്ട് എന്ന് കേൾക്കുമ്പോഴേക്ക് എഴുന്നേറ്റ് നിന്നിടത്ത് അവിടെ നിന്ന് ചലിക്കാതെ അവിടെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു നിന്നു എന്നാണ് ചരിത്രം. അപ്പോൾ വിശുദ്ധ ഖുർആൻ തങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ട് ഒരു കാര്യം കൽപ്പിക്കുമ്പോഴേക്ക് അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ നമ്മുടെ മുൻഗാമികളായ ആളുകൾ ശ്രമിച്ചിരുന്നു എന്നും ആ മാറ്റം അവരുടെ ജീവിതത്തിൽ നമുക്ക് ദർശിക്കാൻ സാധിച്ചിരുന്നു എന്നും ചരിത്രങ്ങളിലൂടെ നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ്. ഇത്രയും സൂചിപ്പിച്ചത് വിശുദ്ധ ഖുർആൻ അവതീർണമായ ഈ മാസത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് ആലോചിക്കാനും ഒന്ന് ചിന്തിക്കുന്നതിനും വേണ്ടിയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ വക്താക്കളായ നമുക്ക് ഇത് എൻ്റെ വേദഗ്രന്ഥം എന്ന് അഭിമാനത്തോടുകൂടി പറയുന്ന നമുക്ക് ആ വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളോട് എത്ര കണ്ട് നീതി പുലർത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഓരോരുത്തരും ഒന്ന് ആലോചിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മളോട് ഖുർആൻ പറയുന്ന കൽപ്പനകൾ, നിരോധനകൾ, ഹലാലുകൾ, ഹറാമുകൾ, അതൊക്കെ നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ട് അതിനോട് നമ്മുടെ സമീപനം എന്താണ്? ജീവിതത്തിൻ്റെ ഓരോ മേഖലയും നമ്മൾ എടുത്തൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. അവിടെയെല്ലാം ഖുർആനിൻ്റെതായ ഒരു വഴിക്കും നമ്മൾ നമ്മുടേതായ ഒരു വഴിക്ക് നമുക്കിഷ്ടപ്പെടുന്ന രൂപത്തിൽ, നമ്മുടെ കൂടെയുള്ള ആളുകളെ തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിൽ, നമ്മുടെ കുടുംബത്തിനെ തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിൽ, സുഹൃത്തുക്കളെ തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിലൊക്കെയാണ് നമ്മൾ നിലപാടുകൾ എടുക്കുന്നത് എങ്കിൽ വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനകളും കാര്യങ്ങളുമൊക്കെയായി ഒരു വഴിക്കും അതിൻ്റെ വക്താക്കൾ എന്ന് വാദിക്കുന്ന നമ്മൾ എതിർദിശയിലുമാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഖുർആനിനോടുള്ള നമ്മുടെ സമീപനത്തിൽ എന്തൊക്കെയോ പോരായ്മകളുണ്ട് എന്നാണ്. അതാ തിരിച്ചറിയേണ്ടുന്നത്. നമുക്ക് സത്യസന്ധമായി ആത്മാർത്ഥമായി വിശുദ്ധ ഖുർആനിനെ സമീപിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം ഈ ഖുർആനിനെ നമ്മൾ ആത്മാർത്ഥമായി സത്യസന്ധമായി സമീപിച്ചിരുന്നുവെങ്കിൽ അതിൻ്റെ മാറ്റം നമ്മുടെ ജീവിതത്തിൽ പ്രകടമായേനെ. അതില്ല എങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ടുന്നത്, ഈ ഖുർആൻ അവതീർണമായ ഈ മാസത്തിലെങ്കിലും നമ്മൾ തിരിച്ചറിയേണ്ടുന്നത് നമ്മുടെ സമീപനത്തിൽ എന്തൊക്കെയോ പിഴവുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. അത് തിരുത്താൻ നമുക്ക് സാധിക്കണം.
അതല്ല എങ്കിൽ നാളെ പരലോകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരാതി പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ നമ്മൾ പെട്ടുപോകും. വിശുദ്ധ ഖുർആൻ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ 30-ാമത്തെ വചനം, വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. അല്ലാഹുവേ, എൻ്റെ കൗമ്, അങ്ങനെയാണ് ആ അഭിസംബോധന. എൻ്റെ സമുദായം അതാരാണ് എന്ന് നമ്മൾ ആലോചിക്കണം. ഞാനും നിങ്ങളുമാണ്. എന്നെയും നിങ്ങളെയും കുറിച്ചാണ് നാളെ പരലോകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പരാതി പറയും എന്ന് പറയുന്നത്. ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. ഈ വിശുദ്ധ വേദഗ്രന്ഥത്തിൻ്റെ വക്താക്കളായിട്ട് ഇതിനെ അവഗണിച്ച കൂട്ടരാണ് റബ്ബെ ഇവർ എന്ന് റബ്ബിൻ്റെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരാതി പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതോടൊപ്പം തന്നെ ഈ വേദഗ്രന്ഥം ഇങ്ങനെ ചുമന്നു നടക്കുകയും ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്ത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഇരിക്കുകയും ചെയ്താൽ വിശുദ്ധ ഖുർആൻ നമ്മളെക്കുറിച്ച് പറഞ്ഞത് 74-ാം അധ്യായം സൂറത്തുൽ മുദ്ദസിറിലെ 49 മുതൽ 51 വരെയുള്ള വചനങ്ങൾ. ഫമാലഹും അനിത്തദിക്റതി മുഅ്രിദീൻ. എന്തേ അവർ ഈ ഉത്ബോധനത്തിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്നത്? കഅന്നഹും ഹുമുറുൻ മുസ്തൻഫിറ. പേടിച്ച കഴുതകളെപ്പോലെ. ഒരു ഉദാഹരണം അതാണ്. കഅന്നഹും ഹുമുറുൻ മുസ്തൻഫിറ. പേടിച്ചരണ്ട കഴുതകളെപ്പോലെ അവർ എന്താണ് ഇങ്ങനെ തിരിഞ്ഞു കളയുന്നത്? ഫറത്തു മിൻ ഖസ്വറ. അതിനെ പിടിച്ചു വിഴുങ്ങാൻ വരുന്ന ഒരു സിംഹത്തോടെന്ന് പോലെയുള്ള ഒരു സമീപനം. എന്തേ വിശുദ്ധ ഖുർആനിനോട് ഈ ആളുകൾ സ്വീകരിക്കുന്നു? ഖുർആനിൻ്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെടുമ്പോഴേക്ക് ഇതെങ്ങാനും ജീവിതത്തിൽ പുലർത്തി കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോഴുള്ള ഇടപാടുകൾ ഒന്നും നടക്കൂല. അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത് എങ്കിൽ, അങ്ങനെയാണ് ഖുർആനിനോടുള്ള നമ്മുടെ സമീപനമെങ്കിൽ നമ്മളെ ഉപമിച്ചത് ഹിമാറിനോടാണ്, കഴുതയോടാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. മറ്റൊരിടത്ത് പറയുന്നതായി കാണാം 62-ാം അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5-ാമത്തെ വചനം, മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത സുമ്മ ലം യഹ്മിലൂഹ കമസലിൽ ഹിമാർ. നമുക്ക് സുപരിചിതമായ ആയത്താണ്. മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത് വഹിക്കുകയും എന്നിട്ട് ആ വേദഗ്രന്ഥത്തിൽ എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാതെ അതിങ്ങനെ ചുമന്ന് നടക്കുകയും ഇതിൻ്റെ ആളാണ് ഞാൻ എന്ന് വെറുതെ പറഞ്ഞു നടക്കുകയും ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ പോലെയാണ് എന്ന് പറയുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ്, അല്ലെങ്കിൽ ഇതുപോലെ തന്നെയാണോ നമ്മളും എന്ന് നമ്മൾ വെറുതെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. പാരായണം ചെയ്യുന്നുണ്ട്, അതിന് ഒരു ഹർഫിന് 10 എന്ന നിലക്ക് പ്രതിഫലം വാങ്ങിക്കൂട്ടുന്നുണ്ട്. പക്ഷേ ഈ വാങ്ങിയ 10-ൽ എന്താണ് റബ്ബ് എന്നോട് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല എങ്കിൽ നമ്മളെക്കുറിച്ചാണ് ഈ പറഞ്ഞത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അവിടെ ഈ റമദാനിൽ നിന്നുകൊണ്ട് ഒരു തിരുത്തിന്, ഒരു ചിന്തക്ക് നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ അതിൻ്റെ ആശയം അറിഞ്ഞ് പഠിക്കുകയും ആ പഠിച്ചത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുന്ന രൂപത്തിൽ ഖുർആനിൻ്റെ പഠനം സാധ്യമാക്കാൻ സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ അടുത്ത കാലത്തായി നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് കേൾക്കുന്ന കുറേയേറെ വാർത്തകൾ നമ്മുടെ മനസ്സുകളെ ഏറെ വേദനിപ്പിക്കുകയും അതിലേറെ ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നവയാണ്. ഉമ്മയെ തലക്കടിച്ച് കൊല്ലുന്ന മകനും, കുടുംബത്തിലെ 5 പേരെ ഒരു കരുണയുമില്ലാതെ കൊന്നുകളയുന്ന യുവാവും, തൻ്റെ സഹപാഠിയെ കൂട്ടം കൂടി അവനെ മർദ്ദിച്ച് അവശനാക്കി കൊലപ്പെടുത്തുകയും തുടർന്ന് അവൻ്റെ മൃതശരീരത്തിലെ അവയവങ്ങൾക്കുണ്ടായ കേടുപാടുകളെക്കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പറഞ്ഞ് പോരിശ കൊള്ളുകയും
വീമ്പിളക്കുകയും ഒക്കെ ചെയ്യുന്ന വിദ്യാർത്ഥി സമൂഹവും നമ്മളിൽ വലിയ ആശങ്കയും ഭയവും ഒക്കെ ഉണ്ടാക്കേണ്ടുന്നതാണ്. കാരണം സ്കൂളുകളിലേക്ക്, കോളേജുകളിലേക്ക് ചെല്ലുന്നതൊക്കെയും നമ്മുടെ മക്കൾ കൂടിയാണ്. നമ്മുടെ മക്കളും അതിൻ്റെ ഭാഗമാകാനും അതിൻ്റെ ആളുകളാകാനും ഒക്കെയുള്ള സാധ്യതകൾ ഒരിക്കലും തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് അത്തരം മേഖലകളിൽ ജാഗ്രത നമ്മെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾ എന്ന നിലക്ക് ഉണ്ടാവേണ്ടതാണ്. ലഹരിയുടെ ഉപയോഗവും അതുപോലെ തന്നെ ആക്രമണോത്സുകതയെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളും ഗെയിമുകളും ഒക്കെ നമ്മുടെ മക്കളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് അതിനൊരു മറുവശം കൂടിയുണ്ടല്ലോ. ഇതൊക്കെ അവരെ സ്വാധീനിക്കുന്നുണ്ട് എങ്കിൽ സമാധാനവും സഹവർത്തിത്വവും സാഹോദര്യവും ഒക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടുന്ന എന്തോ ഒന്ന് അവർക്ക് നഷ്ടപ്പെടുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടുന്നത്. മാതാപിതാക്കൾ ഏറെയും ശ്രദ്ധിക്കേണ്ടുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ മക്കളിൽ സ്നേഹത്തിന് പകരം ഈ അക്രമവാസന തഴച്ചു വളരുന്നത് എന്ന്. എന്തുകൊണ്ടാണ് സാഹോദര്യ മനസ്സിൽ നിന്ന് ശത്രുതാ മനോഭാവത്തിലേക്ക് നമ്മുടെ മക്കൾ മാറിപ്പോകുന്നത് എന്ന്. അവിടെയും നിർദ്ദേശിക്കാനുള്ള പരിഹാരം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ മാത്രമാണ്. ഖുർആൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കുകയും ആ ഖുർആനിൻ്റെ ഈ മതാധ്യാപനങ്ങളുടെ ആളുകളാക്കി നമ്മുടെ മക്കളെ മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് ഏക പരിഹാരം എന്ന് പറയുന്നത്. നമുക്ക് തിരിച്ചറിവുള്ള ബോധ്യമുള്ള കാര്യമാണ് അത് എങ്കിൽ പോലും നമ്മളതിൽ വേണ്ട ശ്രദ്ധ കാണിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യത്തിൽ, നമ്മുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യത്തിൽ എത്ര ശ്രദ്ധ നമ്മൾ പുലർത്താറുണ്ട്? കുട്ടികളുടെ മദ്രസ പഠനത്തിൻ്റെ കാര്യത്തിൽ എത്ര ശ്രദ്ധ നമ്മൾ കാണിക്കാറുണ്ട്? പലപ്പോഴും ഭൗതിക വിദ്യാഭ്യാസത്തിന് നൽകുന്ന അമിതമായ പ്രാധാന്യം നൽകണ്ട എന്നല്ല, അമിതമായ പ്രാധാന്യം അവരുടെ സ്കൂളിൻ്റെ സമയവും മദ്രസയുടെ സമയവും ഏതെങ്കിലും ഒരു സമയത്ത് ഒരുമിച്ച് വരുമ്പോഴേക്ക് അവിടെ ഒഴിവാക്കാൻ നല്ലത് മദ്രസയാണ് എന്ന് തീരുമാനിക്കുന്നിടത്ത്, അങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ മദ്രസകളിൽ കുട്ടികളുടെ എണ്ണം കുറയുന്നത്. മദ്രസ അല്ലെങ്കിൽ ഖുർആൻ പിന്നെയും പഠിക്കാമല്ലോ എന്ന ചിന്തയാണ് പലപ്പോഴും. ഇത് പുറത്തു പറയില്ലെങ്കിലും വാസ്തവം അത് തന്നെയാണ്. അത് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ മഹല്ലുകളിൽ പോയിട്ട് ഓരോ മഹല്ലിലും ഓരോ പള്ളിയോടും ചേർന്നുള്ള മദ്രസകളിലെ കുട്ടികളുടെ എണ്ണവും നമ്മുടെ നാട്ടിലുള്ള മുസ്ലിങ്ങളായ കുട്ടികളുടെ എണ്ണവും ഒന്ന് എടുത്ത് താരതമ്യ പഠനം നടത്തി നോക്കിയാൽ മതി. ഏറിയ പങ്കും മദ്രസക്കും മതപഠനത്തിനും ഖുർആൻ പാഠശാലകൾക്കും പുറത്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അതിഗൗരവമായി ആലോചിക്കേണ്ടുന്ന, ഉറച്ച തീരുമാനമെടുക്കേണ്ടുന്ന ഒരു ഭാഗമാണ് ഖുർആൻ പഠിക്കുന്നിടത്ത് നമ്മുടെ മക്കൾ ഉണ്ടാവണം. അത് ചർച്ച ചെയ്യുന്നിടത്തും മതം ചർച്ച ചെയ്യുന്നിടത്തും നമ്മുടെ മക്കൾ ഉണ്ടാവണം എന്ന് ഓരോരുത്തരും തീരുമാനിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അങ്ങനെ തീരുമാനമെടുക്കുകയും അതിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കൾക്ക് നാളെ വലിയ പരിഗണന പരലോകത്ത് ലഭിക്കുന്നത്. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ, അവരുടെ ഖുർആൻ പഠനത്തിൻ്റെ കാര്യത്തിൽ 2 അവസ്ഥകളാണ് നാളെ പരലോകത്ത് നമുക്ക് നേരിടാനുള്ളത്. അതിൽ ഒന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ ഖറഅൽ ഖുർആൻ, ആരെങ്കിലും ഖുർആൻ പാരായണം ചെയ്യുകയും വതഅല്ലമ, എന്നിട്ട് അത് പഠിക്കുകയും വഅമില ബി, എന്നിട്ട് ഖുർആൻ അനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ വഅൽബസ വാലിദഹു യൗമൽ ഖിയാമത്തി താജം മിൻ നൂർ, അങ്ങനെയുള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്ക്, നോക്കൂ നിങ്ങൾ, ഒരുത്തൻ ഖുർആൻ പാരായണം ചെയ്യുന്നു, അവൻ ആ ഖുർആൻ പഠിക്കുന്നു, ആ പഠിച്ചതിന് പ്രകാരം അവൻ ജീവിതത്തിൽ അതിൻ്റെ ഭാഗമാക്കുകയും ജീവിതം ഖുർആനാക്കുകയും ചെയ്യുന്നു. അതിന് പരലോകത്ത് ആദരിക്കപ്പെടുന്നത് അവൻ്റെ മാതാപിതാക്കൾ. അവൻ്റെ മാതാപിതാക്കളെ
പ്രകാശത്തിൻ്റെ ഒരു കിരീടം നാളെ അണിയിക്കപ്പെടും എന്നാണ്. കാരണം എന്താണെന്നറിയോ? അതിന് പ്രേരണ നൽകേണ്ടുന്നത് മാതാപിതാക്കളാണ് എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ ബാധ്യത നിർവഹിക്കാൻ നമ്മൾ തയ്യാറാവുകയാണ് എങ്കിൽ പരലോകത്ത് നമുക്കുണ്ടാകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. മാത്രമല്ല, അവിടെ പ്രത്യേകമായ വസ്ത്രങ്ങൾ ധരിപ്പിക്കപ്പെടുന്ന സമയത്ത് അവർ ചോദിക്കും, ബിമ കുസീന, ഞങ്ങളെ എന്തിനാണ് ഇതെല്ലാം ധരിപ്പിക്കപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഫയുഖാൽ, അവരോട് പറയപ്പെടും, ബി അഖ്ദി വലദികുമാ അൽ ഖുർആൻ, നിങ്ങളുടെ മക്കൾക്ക് ഖുർആൻ കൊടുത്തതിൻ്റെ പേരിലാണ്, ഖുർആൻ പഠിപ്പിച്ചതിൻ്റെ പേരിലാണ്. അതതിൻ്റെ അവരുടെ ജീവിതമാക്കാൻ നിങ്ങൾ നടത്തിയ പരിശ്രമത്തിൻ്റെ ഫലമായി കിട്ടുന്നതൊന്നാണ്. എന്നാൽ രണ്ടാമതൊരവസ്ഥ കൂടി പരലോകത്ത് നമുക്ക് വരാനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുസ്സിലത്തിലെ 29-ാമത്തെ വചനം, റബ്ബന അരിനല്ലദൈന അവല്ലാന മിനൽ ജിന്നി വൽ ഇൻസ്. നമ്മുടെ മക്കൾ അല്ലെങ്കിൽ മനുഷ്യൻ നാളെ റബ്ബിനോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളെ വഴികേടിലാക്കിയ ആളുകളെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു താ റബ്ബേ എന്ന്. നജ്അൽഹുമാ തഹ്ത അഖ്ദാമിന, അവരെ രണ്ടുപേരെയും ഞങ്ങളുടെ കാലിൻ്റെ ചുവട്ടിലേക്ക് നീ ഒന്ന് കൊണ്ടുവന്ന് താ. ലയകൂന മിനൽ അസ്ഫലീൻ, അവരെ ഞങ്ങളൊന്ന് ചവിട്ടി താഴ്ത്തട്ടെ എന്ന് മക്കൾ ആവശ്യപ്പെടുന്ന ഒരു അവസ്ഥ പരലോകത്ത് മാതാപിതാക്കൾക്ക് വരാനുണ്ട് എന്ന ഒരു തിരിച്ചറിവും ബോധ്യവും നമുക്ക് വേണം. ഇതിലേതിൽ നമ്മൾ പെടും എന്ന് ഇപ്പോൾ ആലോചിച്ചാൽ മതി. ആ ആലോചന നല്ല ഒരു തിരുത്തിന് നമ്മുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് മനസ്സുകളെ പാകപ്പെടുത്തേണ്ടുന്നതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ മുതിർന്നവരായ ആളുകളോട്, പ്രത്യേകിച്ചും പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോട് സൂചിപ്പിക്കുവാനുള്ളത്, നമ്മുടെ മക്കൾ പള്ളികളിലേക്ക് അടുത്തു വരുന്ന സമയമാണ്. അവരെ പള്ളികളിൽ നിന്ന് അകറ്റരുത്. ഈ അടുത്ത ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവം, മഗ്‌രിബ് നമസ്കരിക്കുന്നതിന് വേണ്ടി ഒരു പള്ളിയിലേക്ക് ചെന്നപ്പോൾ 2 കുട്ടികൾ വുളു ചെയ്യുന്നതിന് വേണ്ടി ഹൗലിൻ്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ അവരുടെ കാലിൽ നിന്ന് ഒരു 2 അടി 2 കാൽപാദത്തിൻ്റെ ഭാഗം അത്രയും ചെളിയായിട്ടുണ്ട്. വളരെ വയസ്സായ ഒരു മനുഷ്യൻ ആ കുട്ടികളെ വല്ലാതെ ചീത്ത പറഞ്ഞു. എല്ലാ ആളുകളും നോമ്പ് തുറന്ന് വുളു ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുട്ടികൾ ആ നടുറോട്ടിലൊക്കെ തുണിയഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, ആ ഒരവസ്ഥയിൽ വല്ലാത്തൊരു മനസ്സുമായി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. കുട്ടികൾക്കും അഭിമാനമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്നറിയോ? നമുക്കെന്തുകൊണ്ടാണ് തിരിച്ചാലോചിക്കാൻ കഴിയാത്തത്? ഈ പള്ളിയിലേക്ക് വരുന്ന കുട്ടികളെ ഇത് കഴിഞ്ഞാലും ഈ പള്ളിയുമായി അടുപ്പിച്ച് നിർത്താൻ എന്തേ നമുക്ക് കഴിയണില്ല? അങ്ങനൊരു ആലോചനയൊന്നുമില്ല. ഒരു കപ്പിൽ വെള്ളമെടുത്ത് ഒഴിച്ചാൽ തീരാവുന്ന പ്രശ്നത്തിന് ആ കുട്ടിയുടെ ആ പള്ളിയിലേക്ക് വരാനുള്ള പൂതി അങ്ങോട്ട് തീർന്നു കിട്ടി. അതുകൊണ്ട് നമ്മളൊന്ന് തിരിച്ച് ചിന്തിക്കുന്നത് നന്നാവും. നമ്മുടെ പള്ളിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ കൗമാര ബാല്യങ്ങളെ, യൗവനങ്ങളെ ഈ പള്ളിയിലേക്ക് ഇനിയും അടുപ്പിച്ച് നിർത്താനും അവരെ ഇതിൻ്റെ ഭാഗമാക്കുവാനും എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ആലോചനകൾ ഉണ്ടാവട്ടെ. അതുമാത്രമാണ് നമ്മുടെ ഭാവി തലമുറയെ സുരക്ഷിതമായി ഈ മതത്തിൻ്റെ ഭാഗമാക്കാൻ നമ്മളെ സഹായിക്കുക എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടുന്നതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കുവാനുള്ളത്, ഒന്ന് ഈ ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട് തന്നെ ഉള്ളതാണ്. നമുക്ക് ഖുർആൻ പഠനങ്ങൾക്ക് സാധ്യമാകുന്ന ഒട്ടേറെ സംരംഭങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. അതിൽ MSM സംഘടിപ്പിക്കുന്ന മിസ്ബാഹ് ഈ വർഷം 2 ഭാഗങ്ങളിലായി, ജനറൽ വിഭാഗത്തിനും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും 2 തലങ്ങളിലായാണ് മത്സര പരീക്ഷ നടക്കുന്നത്. ജനറൽ വിഭാഗത്തിൽ സൂറത്തുൽ അഅറാഫും, കുട്ടികൾക്ക് വാഖിഅയും അതേപോലെ തന്നെ ജുമുഅയും ആണ് സൂറത്തുകൾ. അത് പഠിക്കുകയും അത് മനസ്സിലാക്കുകയും അതുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷയ്ക്ക് നമ്മുടെ മക്കളെയും നമ്മളും അതിന് തയ്യാറെടുക്കുകയാണ് വേണ്ടത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, രജിസ്ട്രേഷന് ആവശ്യമായ കാര്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായി സമീപിച്ച് പൂർത്തിയാക്കണം എന്ന് ഉണർത്തുകയാണ്. മറ്റൊന്ന്,
എബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഭിന്നശേഷിക്കാരായിട്ടുള്ള സമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു വിഭാഗം ആളുകളെ പുനർജീവിപ്പിക്കുകയും പുനരധിവസിപ്പിക്കുകയും അവർക്ക് തൊഴിൽ മേഖലയിൽ പരിശീലനം നൽകുകയും സ്വയം പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു മഹത്തായ സ്ഥാപനം മലപ്പുറം ജില്ലയിലെ പുളിക്കലിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 1.5 കോടിയോളം രൂപയാണ് ഒരു വർഷം അവിടെയുള്ള ആളുകൾക്ക് ഭക്ഷണവും മറ്റ് കാര്യങ്ങൾക്കുമായി ചിലവ് വരുന്നത്. ഇന്നത്തെ നമ്മുടെ പള്ളിയിലെ കളക്ഷൻ സമ്പൂർണ്ണമായും ആ സ്ഥാപനത്തിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്നത് 1000 ഇരട്ടിയായി റബ്ബ് തിരിച്ചു തരുന്ന ഈ റമദാനിൽ നമ്മളിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങൾക്ക് താങ്ങാകാൻ കഴിയുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ ചിലവിലേക്ക് മാറ്റിവെക്കാൻ നമുക്ക് കഴിയണം, അതിൻ്റെ ഭാഗവാക്കാകാൻ നമുക്ക് കഴിയണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നാഥൻ നമ്മിൽ നിന്നും എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ നാഥൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ ഈ റമദാൻ വന്നെത്തിയപ്പോഴും പലവിധ രോഗങ്ങൾ കൊണ്ട് നോമ്പ് നോൽക്കാൻ കഴിയാതെ ശയ്യാവലംബരായി കഴിയുന്ന ആളുകളുണ്ട്. മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, അവർക്കെല്ലാം നാഥൻ പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സിഹത്തോടു കൂടിയുള്ള ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ ആളുകൾ, അവരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ പാപങ്ങളെ നാഥൻ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ വ അജിർ വാലിദീനാ മിനൻ